ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ മീൻ കറിയാണ് കേട്ടോ വയ്ക്കുന്നത്. വറുത്തരച്ച വങ്കട മീൻ കറി. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്താണ് പറയണതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ഫുൾ തേങ്ങയാണ് കേട്ടോ എടുത്തേക്കുന്നത്. കാരണം നമ്മൾ ഈ റോസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ അളവ് കുറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്രയും അരപ്പ് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫുൾ തേങ്ങയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 6-7 ചെറിയ ഉള്ളി കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇഷ്ടം. ഇതിൻ്റെ കൂടെ വഴണ്ട് വന്ന് ഉള്ളി, ചെറിയ ഉള്ളിയാണ് എനിക്കിഷ്ടം. അല്ലാതെ നമ്മൾ മിക്സിയുടെ ജാറിലിടുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇത് ഈ തേങ്ങ നല്ല കട്ട ബ്രൗൺ കളറാവണം കേട്ടോ. നമ്മൾ നല്ലപോലെ റോസ്റ്റ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലപോലെ റോസ്റ്റായി വരും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരു 2-2.5-3 സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു പിഞ്ച് ഉലുവപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ചിലർ ഫുൾ ഉലുവ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കും. അപ്പം നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു പാത്രത്തിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാകുമ്പോൾ എനിക്ക് എളുപ്പമുണ്ട്. അപ്പോൾ ഈ പൊടികളെല്ലാം കൂടെ നമ്മളൊന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു ചെറിയ ഫ്ലെയിമിലേ വെക്കാവൂ കേട്ടോ. അങ്ങനെ റോസ്റ്റ് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചാൽ മാത്രം മതി. വേറെ ഇതിലൊന്നും ആഡ് ചെയ്യണ്ട. ഓക്കെ, അങ്ങനെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ 2 തക്കാളി, ഒരു 4-5 പച്ചമുളക്, കുറച്ച് കരിവേപ്പില കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആഡ് ചെയ്യുന്നത് മെയിനായിട്ടൊരു കാര്യം പുളി. ഞാൻ ഇവിടെ വാളംപുളിയാണ് എടുത്തേക്കുന്നത്. ചിലർ കുടംപുളി എടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് ആ കുടംപുളിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അതെടുക്കാറില്ല. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ആ ബാറ്ററിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് ആവശ്യത്തിന് എത്രയാണോ നിങ്ങളൊക്കെ കറി എത്രയാണോ വേണ്ടത് അത്രയും. ഞാൻ ഇതിത്തിരി കൂടിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. എന്നാലും നമുക്കൊന്ന് വറ്റിച്ചെടുക്കാമല്ലോ, കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് സ്റ്റൗവിലോട്ട് വെച്ചു. തീ കത്തിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ ഈ സമയത്തൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മളെ മീൻ കറി തിളച്ച് വന്നിട്ടുണ്ട് ഗൈസ്. കണ്ടോ? അയ്യോ, എൻ്റെ ഫോണ് ആവി പറക്കുന്നുണ്ട്. കണ്ടോ നല്ലപോലെ തിളച്ചിട്ടുണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വെള്ളം കൂടി പോയെന്ന്. അതെ, വെള്ളം കൂടി പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നല്ല കുറച്ച് കുറുകി വരണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നല്ല കുറുകി വന്നിട്ടുണ്ട്. അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ടേ. യെസ്, ഇതാണ് നമ്മളെ മീൻ. നല്ല കളറും വന്നിട്ടുണ്ട്. ഞാനിത് അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഞാനിത് കൊണ്ടുപോയപ്പോഴത്തേക്ക് ഒരാൾ അവിടെ ഇരുന്ന് കൈ നീട്ടിക്കൊണ്ടിരിക്കുന്നു അവൾക്ക് കൊടുക്കാൻ വേണ്ടി. പിന്നെ അവൾക്ക് തന്നെ കൊടുത്ത ആൾ നല്ലപോലെ കഴിച്ചു കേട്ടോ, ടേസ്റ്റ് ചെയ്തു കേട്ടോ. കണ്ടോ, നമ്മൾ വലിയ ആൾക്കാരെ ടേസ്റ്റ് ചെയ്യുന്ന പോലെയാണ് ആൾ ടേസ്റ്റ് ചെയ്യുന്നത്. കണ്ടോ? ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം അവൾ നല്ല പോലെ ചോറുണ്ടു. ഈ ഒരു മീൻ കറി മാത്രം മതിയായിരുന്നു. നല്ല പോലെ ചോറുണ്ടു അവൾ. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടു, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു, ബൈ ബൈ.